ഇതിൽ ആക്ടേഴ്സിനെ കൺവിൻസ് ചെയ്യുക എന്നുള്ളത്. അതായത് ഫസ്റ്റ് മൂവി ടൈം ലൂപ്പാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഇതിലേക്ക് ആക്ടേഴ്സിനെ ഓൺ ബോർഡ് ചെയ്യുക എന്നുള്ളത്, ഫസ്റ്റ് പ്രൊഡ്യൂസറിനെ ഓൺ ബോർഡ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ചലഞ്ചാണ്. അതായത് എനിക്ക് തോന്നുന്നത് നമുക്ക് റെഫറൻസ് ഉള്ളത് അപ്പോൾ ഒരു സംഭവം എന്ന് പറയുന്നത് ഷോർട്ട് ഫിലിം മാത്രമാണ്. അത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഒരു ബഡ്ജറ്റിൽ തട്ടിക്കൂട്ടിയ ഒരു പരിപാടി. അപ്പോൾ അതിൽ നിന്ന് ഇത്രയും വലിയൊരു ബിഗ് സ്കെയിലിലേക്ക് ഒരു പ്രൊഡ്യൂസറിനെ കൺവിൻസ് ചെയ്യണം, പിന്നെ ആക്ടറിനെ കൺവിൻസ് ചെയ്യണം, പിന്നെ ഇതെന്താന്ന് പറഞ്ഞ് മനസ്സിലാക്കൽ തന്നെ ഒരു വലിയ ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ഈ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത്? ബ്രോ പറഞ്ഞ പോലെ ഷോർട്ട് ഫിലിം അതിനകത്ത് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിരുന്നു. കാര്യം ഇപ്പം ബേസിക്കലി നമ്മളിപ്പോൾ കഥ പറയുന്ന സമയത്ത്, ഇതിനു മുമ്പും പല കഥകൾ പറയുന്ന സമയത്തും കഥകൾ വർക്കൗട്ട് ആകുന്നുണ്ട്, ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ അവർക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് പ്രോപ്പർ ഇതാണ് നമ്മുടെ ഒരു മേക്കിംഗ് സ്റ്റൈലും അതെങ്ങനെ കൊണ്ടുപോകുന്നുള്ള ഒരു ഏകദേശ ധാരണ അവർക്ക് ആ ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ തന്നെ കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ കഥ പറയാൻ പോകുന്ന സ്ഥലത്ത് ഇപ്പോൾ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോകുന്ന സമയത്താണെങ്കിലും പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പോകുന്ന സമയത്താണെങ്കിലും ഇത് നമ്മൾ കാണിക്കും, ഒരു ഷോർട്ട് ഫിലിം ഉണ്ടെന്ന് കണ്ടു നോക്കും, അത് കണ്ടിട്ട് അവർക്ക് വർക്കൗട്ട് ആയതിനു ശേഷമാണ് നമ്മൾ അടുത്ത ഡിസ്കഷൻസ് പോകുന്നത്. അപ്പോൾ അത് ഷോർട്ട് ഫിലിം ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു ഇതിന്. ആക്ച്വലി പ്രൊഡക്ഷൻ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്താണ്, ഷോർട്ട് ഫിലിം കണ്ടിട്ട് പ്രൊഡ്യൂസർ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ട് ചെയ്യാമോ എന്ന് ചോദിക്കുന്ന ഒരു സാധനമായിരുന്നു.